ബീഹാറിലെ അട്ടിമറിയെ പറ്റിയാണ് പറയുന്നത്. പക്ക അട്ടിമറി എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനും മറ്റുള്ളവരും കൂടി നടത്തിയത് എന്നുള്ളതാണ്. വളരെ ദയനീയ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ കാണുന്നത് ബീഹാറിലെ വോട്ടിംഗ് ഷെയറാണ്. 23% വോട്ടാണ് RJDക്കുള്ളത്. പക്ഷെ അവർക്ക് കിട്ടിയതാവട്ടെ വെറും 25 സീറ്റുകളാണ്. 20% വോട്ടിംഗ് ഷെയറാണ് BJPക്കുള്ളത്. അവർക്ക് കിട്ടിയത് 80-ൽ പരം സീറ്റുകളാണ്. 19% മാത്രം വോട്ടിംഗ് ഷെയറാണ് JDU എന്ന് വെച്ചാൽ ജനതാദൾ പാർട്ടിക്കുള്ളത്, നിതീഷ് കുമാറിന്. അവർക്ക് കിട്ടിയതും 80ഓളം സീറ്റുകളാണ്. ഇതിന്റെ കണക്ക് എങ്ങനെ ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഗൂഗിളിനോട് ചോദിച്ചും ഗൂഗിളിന് തന്നെ ആകെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. ഗൂഗിളിന് തന്നെ പിടുത്തം കിട്ടുന്നില്ല. കാരണം ഗൂഗിൾ കണക്ക് തന്ന കണക്കാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ ലിസ്റ്റ് തന്നത് ഗൂഗിളാണ്. ആ ഗൂഗിളിന് തന്നെ ഇതിന്റെ ഒരു കണക്ക് എങ്ങനെയാണെന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഗൂഗിൾ തന്നെ അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ക്ഷമിക്കണം, എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ജയിച്ചത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ് ജയിച്ചത്. 3 ലക്ഷത്തോളം വോട്ടുകൾ ആകാശത്ത് നിന്ന് മാലാഖമാരായിരിക്കും ചെയ്തു പോയി. അതുപോലെ പല ട്രെയിനുകളും ഹരിയാനയിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ആ വോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ 3 ലക്ഷത്തിൽ പരം വോട്ടുകളും അങ്ങനെ കള്ള വോട്ടുകളും ചെയ്തു പോയി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ ശതമാനത്തിന്റെ കണക്ക് നോക്കിയാൽ തന്നെ RJD ഇത്ര വോട്ടിംഗ് ഷെയർ ഉണ്ടായിട്ടും സീറ്റ് എണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 1 ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷം വേണം മിക്ക മണ്ഡലങ്ങളിൽ. എന്നാൽ ആകെ ഏറ്റവും ടോപ്പ് ഭൂരിപക്ഷം ഉള്ളത് വെറും 28,000 വോട്ടാണ്. എന്നാൽ ഈ 28,000 വോട്ടാണ് RJDക്ക് ആകെ ഭൂരിപക്ഷം കൂടുതലുള്ളത്, ഏറ്റവും ടോപ്പ്. പിന്നെ അങ്ങോട്ട് താഴോട്ടാണ്. ഏറ്റവും കുറവുള്ളതോ 360 വോട്ടിന് മാത്രം ജയിച്ച മണ്ഡലങ്ങൾ ഒത്തിരിയുണ്ട്. 300 സംതിങ് അല്ലെങ്കിൽ 1000ന്റെ താഴോട്ടുള്ള വോട്ടിന്റെ ലീഡിന് ജയിച്ച ഒത്തിരി മണ്ഡലങ്ങളുണ്ട് ഈ 25 തന്നെ. എന്നാ BJPക്കോ 40,000 വോട്ട് ലീഡുണ്ട് പല മണ്ഡലത്തിലും. 40,000, 38,000, 35,000 ഒക്കെ. എന്നിട്ടും വോട്ടിംഗ് ഷെയർ നടന്നപ്പം 20% BJPക്ക് സീറ്റ് എണ്ണം കൂടാൻ എവിടുന്നാണ് ഈ സീറ്റ് ഇങ്ങനെ വരുന്നത്? ജനതാദളിനായാട്ടെ 19% മാത്രം വോട്ടിംഗ് ഷെയർ ഉള്ള ഈ JDUവിന് എങ്ങനെ സീറ്റ് എണ്ണം കൂടുന്നത്? അവർക്കുണ്ട് 28,000ന്റെ അടുത്തോളം ഭൂരിപക്ഷം പല മണ്ഡലത്തിലും. അവർക്കുണ്ട് ഭൂരിപക്ഷം. അപ്പം എങ്ങനെ ഇതിന്റെ കുട്ടൻസ് എങ്ങനെ മനസ്സിലാകണില്ല? അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നമുക്ക് പറഞ്ഞു തരണം. ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു തരണം. ഇതൊക്കെ എത്രമാത്രം നെറികേടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ഇവര് കക്കാണെങ്കിലും മയത്തിലൊക്കെ കക്കണ്ടേ? കളവ് നടത്തുമ്പം അത് മറ്റുള്ളവർക്ക് അത് ചെറുതായിട്ടെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ വേണ്ടേ കക്കാൻ? ഇത് പച്ചക്ക് കക്കാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് തന്നെ കക്കുന്നത്. എന്നിട്ട് ന്യായീകരിക്കും ചെയ്യാം. ഒരു അർഹതയും ഇല്ല BJP സർക്കാരിന് ഒരു സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഇരിക്കാൻ. അവര് രാജിവെച്ച് പോകേണ്ട സമയം എപ്പോഴും കഴിഞ്ഞ്. ഈ ജനാധിപത്യം മുഴുവനും കശാപ്പ് ചെയ്ത് ഈ കോലത്തിൽ കാട്ടിക്കൂട്ടുന്ന ഇവർക്ക് എന്ത് അർഹതയുള്ളത്? ഇവരാണ് ഈ രാജ്യത്ത് NRCയും SIR ഒക്കെ കൊണ്ടുവരുന്നത്. ഈ വ്യാജന്മാര് എന്തിനാണിത് ചെയ്യുന്നത്? യഥാർത്ഥത്തില് ഇവർക്ക് അർഹതയോടെ കൂടെ കിട്ടുകയാണെങ്കിൽ 10 സീറ്റ് എണ്ണം തരില്ല എന്നുള്ളതാണ് സത്യം. 10 സീറ്റ്, വെറും 10 സീറ്റ് BJP അല്ലെങ്കിൽ NDA സഖ്യത്തിന് ബീഹാറിൽ കിട്ടൂല എന്നത് 100% ഉറപ്പാണ്. ഇത് മുഴുവനും അട്ടിമറിയിലൂടെ മാത്രം സമ്പാദിച്ച ഇലക്ഷനാണ്. ഇത് അംഗീകരിക്കാനേ പറ്റൂല.